മാങ്ങ ഇട്ട് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. വെള്ളച്ചോറിനൊപ്പം വളരെ രുചികരമാണ്. ഇതുപോലെ ഒരു പ്ലേറ്റ് വെള്ളച്ചോറ് അതിലേക്ക് മാങ്ങ ഇട്ട് വെച്ച മീൻകറി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കഴിക്കുവാൻ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇത് ഉള്ളത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക, ഇതുപോലെ ചെയ്ത് വെക്കുക. ഇപ്പം മാങ്ങ സീസണാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന മീൻ ഇതുപോലെയുള്ള നല്ല ഫ്രഷ് മീനാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, നല്ല ഫ്രഷ് മീനാണ്. അത്യാവശ്യം കനമുള്ള മാംസമുള്ള മീനാണ്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സവാള വേണം. അതിനായി ഇതുപോലെ സവാള നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. സവാള എപ്പോഴും കനം കുറിച്ച് അരിയുമ്പോൾ അത് പെട്ടെന്ന് മുരിഞ്ഞു വരാൻ സഹായിക്കും. അതുകൊണ്ട് അരിയുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് കൈമുറിയാതെ നല്ല രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ മീഡിയം സൈസിലെ സവാളയാണ്. ഇത് മുഴുവൻ അരിഞ്ഞതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതും കൂടി ഉള്ളൂ, അത് മുഴുവൻ അരിഞ്ഞെടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതെല്ലാവരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും നല്ല ഭംഗിയുടെ അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ പച്ചമുളക് എടുക്കുന്നത്. പച്ചമുളക് അത്യാവശ്യം നീളമുള്ള ഇതുപോലത്തെ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു 3 മാത്രം മതി. അതും ചെറുതാക്കി മുറിക്കുന്നില്ല, ഈ കാണുന്ന പോലെ നല്ല നീളത്തിലാണ്. കാരണം നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ കറിയിൽ അതങ്ങനെ കിടക്കുമ്പോഴും നീളത്തിൽ കിടക്കുമ്പോഴും ഒരു കാണാൻ ഭംഗിയായിരിക്കും. നമ്മളെങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നാണെങ്കിലും ആ ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെ നീളത്തിൽ മുറിച്ചിടുന്നത്. ഇതിപ്പോൾ 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കി അത് മുറിച്ചെടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തത്. എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. പച്ചമാങ്ങ ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നല്ലത്. മുളക് പൊടിയേക്കാൾ നല്ലത് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ്. ഇത് 3 ഇതുപോലെ നമ്മൾ അരിഞ്ഞ ശേഷം ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി അത്യാവശ്യം നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ കനം കുറച്ച് ആദ്യം അരിഞ്ഞെടുക്കണം. അതിന് ശേഷം അത് വീണ്ടും മുന്നേ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ കറികളിൽ ഞാൻ പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. പക്ഷേ ഇത് ഒരു ഭംഗിക്ക് കൂടി വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേക ഭംഗിയും അതുപോലെ ടേസ്റ്റൊക്കെ നമുക്ക് നല്ലതായിരിക്കുള്ളൂ. ഇത്ര ഇതൊക്കെ മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള അല്ലി ആയതുകൊണ്ട് തന്നെ ഒരു 5 മാത്രമേ ഉള്ളൂ. ചെറുതാണെങ്കിൽ അതനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. അതും ഈ കാണുന്ന പോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പേസ്റ്റിനേക്കാൾ നല്ലത് കാണാൻ ഭംഗി ഇതായതുകൊണ്ടാണ് ഈ രീതിയിൽ അരിഞ്ഞെടുക്കുന്നത്. ഇത് മുഴുവൻ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത്രയും സാധനങ്ങൾ അരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം പച്ചമാങ്ങയാണ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് തന്നെ അത് 2 വശങ്ങളും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് ഇത് നീളത്തിലല്ല, ഇതുപോലെ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. കാരണം മീനിൻ്റെ ഏകദേശമൊക്കെ ഒരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള സൈസ് ഇതാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. ഈ മാങ്ങ മുഴുവൻ ഇതുപോലെ മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതുപോലെ തന്നെ മീൻ ക്ലീനാക്കിയതിന് ശേഷം 8 കഷ്ണമുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് 3/4 കിലോ മീൻ ആവശ്യമുള്ളത് 2 കിലോ 2 മാങ്ങയാണ്. ഇനി തക്കാളി, ഒരു പഴുത്ത തക്കാളി ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിക്കുമ്പോൾ ഇതുപോലെ മുറിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. ഇനി ഇതും കഴിയുമ്പോൾ നടുവേ കൂടെ ഒരു മുറി കൂടി മുറിച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു വലിപ്പം ഏകദേശം ഇതുപോലെ ഒരെണ്ണോട് മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി നമുക്ക് തീർന്ന് കിട്ടി പെട്ടെന്ന് നല്ല രീതിയിൽ കിട്ടും. ഇത് ഒരെണ്ണം മാത്രം മതി. ഇതൊക്കെ ഒരുമിച്ചായിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ പാത്രത്തിൽ മാറ്റി വെക്കാം. ഇനി മൺചട്ടിയിലാണ് തയ്യാറാക്കേണ്ടത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് നല്ലൊരു മൺചട്ടി ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കണ്ട അത്രയും ഐറ്റംസ് മുഴുവൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ആദ്യം ഉലുവയാണ്, 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. കടുക് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഉലുവ ചൂടായി വരുമ്പോൾ ഇതുപോലെ പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാൻ നമ്മളെ സഹായിക്കും. ഇത് മുഴുവൻ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീളത്തെ അരിഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഇനി മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയല്ല, ഇത് മല്ലിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മാത്രം മുളക് പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ എരിവുള്ളതും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഈ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞ് മുരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളത്. ലോ ഫ്ലെയിമിൽ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇതിൻ്റെ മുരുവെല്ലാം കൃത്യമായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി കൃത്യമായിട്ടുണ്ട്. തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. തക്കാളിക്ക് നമുക്ക് അത്യാവശ്യം വെള്ളം കൂടി ചേർത്താൽ മാത്രമേ കറക്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ഫ്ലെയിം വെക്കാവുന്നതാണ്. ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരുന്നവർ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ കൃത്യമായിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമാങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളാക്കിയിട്ട് പച്ചമാങ്ങയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും മാങ്ങയിൽ പിടിക്കും. അത് മാങ്ങയുടെ ടേസ്റ്റും ഇതിലേക്കും വരുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണവും ഭംഗിയൊക്കെയാണ്. ഇനി തേങ്ങാപ്പാലിലെ രണ്ടാമത്തെ പാല്, സെക്കൻഡ് മിൽക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇത് മുഴുവനും അളവെന്ന് പറയുന്നത് കൃത്യം 1/2 ലിറ്റർ പാലാണ്. രണ്ടാം പാൽ 1/2 ലിറ്റർ തേങ്ങാപ്പാലാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇനിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ തേങ്ങാപ്പാലും നമ്മൾ ആദ്യം ചെയ്ത മസാലയും മാങ്ങയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് അത് നല്ലൊരു പ്രത്യേക രീതിയിൽ ടേസ്റ്റ് വരുന്നതിന് വേണ്ടി ഒരേപോലെ ഒരേ സൈഡിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പാണ് 1 ടേബിൾ സ്പൂൺ നിറച്ച്. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം പുളിയുള്ള കറി ആയതുകൊണ്ടും ഉപ്പ് കൃത്യമായി വന്നാൽ മാത്രമേ ആ മീൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചിടണം. മാങ്ങ വെന്ത് വരാൻ വേണ്ടിയാണ്. ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനാക്കിയ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഓരോ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് മീനായിരിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫ്രഷ് മീനാണ്. എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. തലയുണ്ട്, അതുപോലെ വാലുണ്ട്. ഇതെല്ലാം ചേർത്ത് അല്പം ആ ഗ്രേവിയൊക്കെ അതിൻ്റെ കഷ്ണങ്ങളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കണം. നമ്മൾ മാങ്ങ ചേർത്ത് 5 മിനിറ്റ് വേവിച്ചു. ഇനി മീൻ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് മൂടി അത് വെന്ത് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്, അങ്ങനെ ഒരു 10 മിനിറ്റാണ് ഈ മീൻ കഷ്ണം വേവിച്ചെടുക്കുക. അത്യാവശ്യം കനമുള്ള കഷ്ണമായതുകൊണ്ടാണ് നമ്മൾ 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ മൂടി വെച്ചാൽ മതി. മൺചട്ടി ആകുമ്പോൾ മണ്ണിൻ്റെ മൂടി വെച്ച് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്പൂണിൽ വെച്ചൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ചട്ടി ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് പുളി ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ മാങ്ങ ചേർത്ത മീൻ കറിയിലും 1 ടേബിൾ സ്പൂൺ വിനാഗിരി വളരെ നല്ലതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യ പാല്, 1-ാം പാല്, അത് 1/2 കപ്പിൽ താഴെ പകുതിയേ ഉള്ളൂ. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കേണ്ട. 1-2 തിള വരുമ്പോഴേക്കും അതൊന്ന് ഓഫ് ചെയ്യണം. ഇതുപോലെ ആകുമ്പോഴേക്കും ഓഫ് ചെയ്താൽ മാത്രം മതി. ഇനി ഉള്ളി, ഉണക്കമുളക്, വേപ്പില ഇതൊക്കെ മുരി ചേർക്കുന്നതാണ്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ മൂടി വെക്കണം. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ മിക്സ് ചെയ്യാം. ഈ ഒരു ടേസ്റ്റും വളരെ രുചികരമായ രീതിയിൽ ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കിയതിന് ശേഷം അപ്പം തന്നെ ഉപയോഗിക്കരുത്. കുറഞ്ഞൊരു 5-6 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം കണ്ട ചോറിലേക്ക് ഒഴിച്ചത്. അത്രയാകുമ്പോൾ നല്ല ടേസ്റ്റിന് എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.